ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. ഇനിയുള്ള ഒരു മാസക്കാലം ആത്മശുദ്ധീകരണത്തിന്റെ ദിനങ്ങൾ. റമദാൻ നോമ്പിന് ഇന്ന് തുടക്കം. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനിയുള്ള ഒരു മാസക്കാലം ആത്മശുദ്ധീകരണത്തിന്റെ ദിനങ്ങളാണ്. നാളുകൾക്ക് മുൻപേ വീടും പരിസരവും കടകളും ആരാധനാലയങ്ങളുമെല്ലാം വൃത്തിയാക്കി ഒരുക്കം തുടങ്ങിയിരുന്നു. വിശ്വാസി കൂട്ടായ്മയും ഇഫ്താർ സംഗമങ്ങളുമെല്ലാം ഇനി സജീവമാകും. കാരുണ്യത്തിന്റെ ആദ്യ 10-ഉം പാപമോചനത്തിന്റെ രണ്ടാമത്തെ 10-ഉം നരകമുക്തിയുടെ അവസാനത്തെ 10 ദിനങ്ങളും പ്രാർത്ഥനകളുടെയും സേവന പ്രവർത്തനങ്ങളുടെയും നാളുകളാണ്. ഈ നാടിന്റെ സംരക്ഷകനായി ജീവിക്കും, നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാവർക്കും റമദാൻ ആശംസകൾ. നോമ്പ് തുറക്കുന്ന സമയത്ത് വീടുകളിൽ വ്യത്യസ്ത വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടാകും. പഴവർഗ്ഗങ്ങൾക്ക് ഡിമാൻഡ് കൂടുന്ന കാലം കൂടിയാണ് റംസാൻ മാസം. ശവ്വാൽ പിറ കാണുന്നതോടെയാണ് ഒരു മാസത്തെ വ്രതകാലത്തിന് സമാപനം കുറിക്കുക. നോമ്പിന് ശേഷം ഈദുൽ ഫിത്തർ ആഘോഷിക്കും. ജനം, മലപ്പുറം.